നമുക്ക് ദീർഘനാളിലെ ബസ് യാത്ര തന്നെ സൗജന്യമാക്കണം. ചില രാജ്യങ്ങൾ ഇപ്പൊ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. KSRTCക്ക് ആ ടിക്കറ്റിന്റെ ചാർജ് സർക്കാർ കൊടുക്കണം കേട്ടോ. കൊടുത്തില്ലെങ്കിൽ വണ്ടി ഓടൂല, അത്രേ ഉള്ളൂ. കാരണം ഇപ്പോ ശമ്പളം, പെൻഷൻ പൂർണ്ണമായിട്ടും സർക്കാർ നൽകണേ. ശമ്പളത്തിലേക്ക് ഏതാണ്ട് 40-50 കോടി വെച്ച് നൽകുന്നുണ്ട്. 100 കോടി വെച്ച് എല്ലാ മാസവും നൽകുന്നു. ഇപ്പൊ സ്ത്രീകൾക്ക് സൗജന്യമാക്കുമ്പോൾ എല്ലാ ബസ്സുകളിലും സൗജന്യം ഉണ്ടെങ്കിൽ യാത്രക്കാരിൽ പാതി പേര് സ്ത്രീകളാണെന്ന് കരുതിയാൽ ഒരു 80 കോടി രൂപ വേണം. അപ്പോ 80 കോടി കൊടുത്തേച്ചാ മതി. 80 കോടി കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ ട്രാൻസ്പോർട്ട് നിന്ന് പോകും. നമുക്ക് എതിർപ്പൊന്നുമില്ല, നല്ലതല്ലേ. അതുകൊണ്ട് ഇപ്പോ ഉള്ള ട്രാൻസ്പോർട്ടിനെ നശിപ്പിക്കരുത്. കൃത്യമായിട്ട് സർക്കാർ എല്ലാ മാസവും ഈ ടിക്കറ്റിന്റെ ചാർജ് കൊടുക്കണം. അങ്ങനെയാണ് കർണാടകയിലും തെലങ്കാനയിലും പഞ്ചാബിലും ഒക്കെ നടത്തുന്നത്. പക്ഷെ അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം, ഈ സർക്കാർ ഈ പണം നൽകുന്നതിന് വലിയ വീഴ്ച വരികയും ലാഭത്തിൽ നടന്നുകൊണ്ടിരുന്ന ഈ ട്രാൻസ്പോർട്ട്, കർണാടക ട്രാൻസ്പോർട്ട് എല്ലാം നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്തു. കേരളത്തിലെ നമ്മൾ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ടായ സാവകാശം പോലും ഇവിടെ കിട്ടില്ല. പണം കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഡീസൽ ഉണ്ടാവില്ല, വണ്ടി ഓടില്ല. അത് സർക്കാർ ആലോചിച്ച് കാണും, പരിപാടി ഉണ്ടാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.